ഇപ്പൊ ജിയോങ് പുതിയ കോൺട്രാക്ട് തപ്പി നടക്കും. അപ്പോഴാണ് അവിടെ ഒരുത്തൻ ATM പൈസ എടുത്തോണ്ടിരിക്കുന്നത്. എടാ പൈസ അവിടെ നാറുകളെ ഏതിന് അവന് കസ്റ്റമർ കെയറിന് ഫോൺ വിളിക്കാൻ പോകുമ്പോഴാണ് അവിടേക്ക് ജിയോങ് വന്നിട്ട് എന്തോ പറ്റി, പൈസയുടെ ആവശ്യമുണ്ടോ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം ഏതിന് ഇവ അടുത്തേക്ക് വരുമ്പോഴാണ് അവനും ആരാടാ നീ, LIC ഏജന്റ് ആണ്. സോറി മിസ്റ്റർ, ഞാൻ അതിനേക്കാളും വലിയ വലിയ വ്യക്തിയാ, അതുകൊണ്ട് മേലെ എന്നെ ഇങ്ങനെ കമ്പയർ ചെയ്യല്ലേ, നിനക്കിപ്പോ എന്തോ ആവശ്യമുള്ള പൈസയാണോ ഏതിനെ ജിയോൻ ചോദിക്കുമ്പോഴാണ് അവനും പേടിച്ചിട്ട് നിനക്കിപ്പോ എന്തോടാ വേണ്ട, ATM പൈസ എടുക്കാൻ വന്ന് എന്നെ ടൈം പാസിന് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന, ഞാനൊന്നും പൈസ ഇല്ല തെണ്ടി നടക്കുമല്ല, ഞാൻ പൈസ എടുക്കാൻ നോക്കിയിട്ട് പുറത്തേക്ക് വരുന്നില്ല, അതാ സംഭവം, വെറുതെ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ, ഞാൻ 5-6 പ്രാവശ്യം ജയിലിൽ പോയിട്ടുള്ള കത്തിയെടുത്ത് ഒറ്റൊരു കുത്തങ്ങ് തരും ഏതിന് ഇവനും പേടിപ്പിക്കുമ്പോഴാണ് ജിയോങ്ങിന് സന്തോഷം വന്നിട്ട് അപ്പൊ നീ ഒരു നല്ല വ്യക്തിയല്ല, എങ്കിൽ പിന്നെ നിന്റെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്നത് എനിക്കൊരു സങ്കടവും ഇല്ല, എങ്കിൽ പിന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം, ഞാനാണ് ഡീമൺ, നിന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാൻ സഹായിച്ചു തരാം, പക്ഷെ അതിന് വരായിട്ട് 10 വർഷം കഴിഞ്ഞ് നീ നരകത്തിലേക്ക് പോകും, അതുവരെ എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ വല്ലമാരും കൊല്ലാൻ പറഞ്ഞൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, നാച്ചുറലായിട്ട് നടക്കുന്നതൊക്കെ അത് തന്നെ നടന്നോളും, അതല്ലാതെ വേറെ എന്താന്ന് വെച്ചാൽ ചോദിച്ചോ ഏതിന് ഇവനും പറയുമ്പോഴാണ് മറ്റവനെ സന്തോഷത്തി എങ്കിൽ പിന്നെ ഞാൻ റിച്ച് ആവില്ല, അങ്ങനെയാണ് എനിക്ക് ഡീല്, 10 വർഷമല്ലേ അതൊക്കെ മതി എനിക്ക് ഏതിന് ഇവന് സമ്മതം പറയുമ്പോഴാണ് അവന് ചിരി വന്നിട്ട് വിചാരിച്ചോലെ ഒരു മണ്ടനാണല്ലോ, 10 വർഷം കഴിഞ്ഞ് നരകത്തിൽ പോകണം ഏതിന് അവന് പിറുകൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അവിടേക്ക് മറ്റേ ഗാങ്സ് അവിടെ വരും. ആരാണ് ഞങ്ങളുടെ സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്, ബോസ് നിങ്ങളായിരുന്നോ, എന്തുവാടാ നിന്നെ കോൺട്രാക്ട് ചെയ്യണോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ ഏതിനെ ജിയോങ് അവരെയൊക്കെ പേടിപ്പിച്ചോണ്ടിരിക്കും. അതിനെ ശിവമാലിനെ കാര്യം അറിഞ്ഞിട്ട് ബോസ് നിങ്ങളൊരു ഡീമൺ ആയിരുന്നു, ചുമ്മാ അതല്ല ഞങ്ങളുടെ പഴയ ബോസിനെ അങ്ങനെ കൊന്ന്, ബോസ് നിങ്ങളൊരു ബാഡ് ആസാ ഏതിന് അവന്മാരൊക്കെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാവരും പേടിച്ചു പോകും. അപ്പോഴാണ് അവനിതൊക്കെ കേട്ട് സഹിക്കാൻ പറ്റാതെ എടാ നിങ്ങളൊക്കെ പോയി പണി നോക്ക്, എന്നെ ഫോളോ ചെയ്തെന്നാ പിന്നെ നരകത്തിലേക്ക് വരേണ്ടി വരും, അവിടെ നിന്ന് നിങ്ങളെ കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, ഈ ചിപ്സ് ഒക്കെ ഞാൻ എടുക്കുവാണ്, നീ പൈസ കൊടുത്തേക്ക് ഏതിന് അവന് വീണ്ടും ഫ്ലവർസ് വാങ്ങിക്കാൻ വേണ്ടി പോകും. അതേസമയം പാർക്കും സെക്രട്ടറിക്ക് ഫുഡ് എടുക്കാൻ വേണ്ടി കമ്പനിയിലേക്ക് വന്നേക്കും. കഴിഞ്ഞ തവണ അവളെ അടിച്ചിട്ട് ഈ തവണ എന്നെ അടിക്കത്തില്ല, കാരണം ഞാനിപ്പോ അവളുടെ ബോയ് ഫ്രണ്ടാ ഏതിന് അവന് ലഞ്ച് എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോകും. അപ്പോഴാണ് അവിടേക്ക് സെക്രട്ടറി ചിഹ്നം വന്നിട്ട് പാർക്ക് നീ എന്ത് ഇവിടെ ചെയ്യുന്ന എന്നിനെ സെക്രട്ടറി അടുത്തേക്ക് വരുമ്പോഴാണ് ഇത് കണ്ട് പാർക്കും മിഷിൻ നീ എന്തിനാ വീണ്ടും ലഞ്ച് ബോക്സ് മറന്നിട്ട് പോയെ, ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ നീ പട്ടിണി കിടക്കുമെന്ന് ഏതിനെ പാർക്ക് കൊടുക്കുമ്പോഴാണ് അവര് ശൈയായി ലഞ്ച് ബോക്സിന് വേണ്ടി ഇവിടം വരെ വന്നോ, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലേ ഏതിന് അവരുടെ റൊമാൻസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടെ കമ്പനി ജോലി ചെയ്യുന്നവർ അകത്തേക്ക് കയറിയിരുന്നത്. ഇത് കണ്ട് സെക്രട്ടറി ദേശത്തി എടാ പാർക്ക് ഫോർക്യൂ നിന്നെ ആരാണ് ഇപ്പൊ ഇവിടേക്ക് വിളിച്ച, നാണമ്മാൻ ഇല്ലാത്തവനെ ഇറങ്ങി പോടാ ഇവിടെ ഇരുന്ന് ഏതിന് അവർ ആക്ട് ചെയ്യുമ്പോഴാണ് ഇത് കേട്ട് പാർക്കും കൂടെ ചേർന്ന് ആക്ട് ചെയ്യാൻ തുടങ്ങും. ഫോർക്യൂ അല്ലടി ബൊക്യൂ, നാണില്ലാത്തവരെ നീ ഇറങ്ങിപ്പോടി ഏതിന് ഇവരുടെ അടി വിടുമ്പോഴാണ് അവന്മാരുണ്ടരും പേടിച്ചിട്ട് ശരി ശരി ഇങ്ങനെ വെറുതെ അടി വിടണ്ട, നിങ്ങൾ അത് സമാനപ്പെട്, പ്രശ്നം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നമുക്ക് സംസാരിച്ച് സോൾവ് ആക്കാം ഏതിനെ സെക്രട്ടറി പറഞ്ഞയച്ചിട്ട് പാർക്കിനോടും പറയും നിങ്ങളതിന് അവരോട് വഴക്കുണ്ടാക്കുന്ന അവരല്ലേലും അങ്ങനത്തെ ടൈപ്പാ ഏതിന് അവന്മാർ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവനും ദേഷ്യത്തി എങ്ങനത്തെ ടൈപ്പ് ഏതിനെ പാർക്ക് ദേഷ്യപ്പെടും. അപ്പോഴാണ് അവന്മാർക്കൊന്നും മനസ്സിലാവാതെ ശരി ഞങ്ങളൊന്നും പറയുന്നില്ല, ഈ ഫുഡ് ആർക്കാ ഞങ്ങൾക്കാണോ, കൊള്ളാലേ ഇത് ഏതിന് അവന്മാർ പാർക്കിന്റെ അടുത്ത് നിന്ന് സെക്രട്ടറിക്ക് വേണ്ടി കൊണ്ടുവന്ന ആ ഫുഡ് എടുത്തോണ്ട് പോകും. അതിനുശേഷം ഇപ്പൊ ജിയോങ് ഫ്ലവർസ് വാങ്ങിച്ചോണ്ട് ഡോഹിയെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് ഇവനെ കണ്ട് അവള് ഷോക്കായി, ഇതെന്തുവാ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഡേ ഒന്നല്ലല്ലേ പിന്നെന്തിന് ഇത്രയും ഫ്ലവർസ് ഏതിന് ഇവള് വയ്ക്കുമ്പോഴാണ് അവനും ഇത് സ്പെഷ്യൽ ഡേ ആയിരിക്കത്തില്ല, പക്ഷെ നമുക്കിത് സ്പെഷ്യൽ ആക്കി മാറ്റാം, കാരണം ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പം എല്ലാ ദിവസവും സ്പെഷ്യൽ അല്ലേ ഏതിന് ഇവനും പറഞ്ഞിട്ട് ഫ്ലവർസ് കൊടുക്കുമ്പോഴാണ് അവള് സന്തോഷത്തി നിന്റെ വേർഡ്സ് ഒക്കെ സ്വീറ്റ് ആണല്ലേ, ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചെടുത്ത് ഏതിന് ഇവള് കളിയാക്കുമ്പോഴാണ് അവനും പിന്നെ ഡോഹി ഈ ഫ്ലവർസിനൊക്കെ ഓരോ മീനിങ് ഉണ്ട് കേട്ടോ, ഈ മഞ്ഞ കളർ പൂവില്ല എന്തോന്ന് വെച്ചാ ഏതിന് അവനെ എഴുതി വെച്ചത് വായിക്കാൻ നോക്കുമ്പോഴാണ് ഇത് കണ്ട് അവളും ചിരിച്ചിട്ട് എന്തോ മറന്നുപോയ ഏതിന് അവളും പെട്ടെന്ന് അവനെ കിസ് ചെയ്യും. അതിനുശേഷം അവന് സന്തോഷമായിട്ട് ഡോഹി നിനക്ക് ഈ ഫ്ലവർസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ, ഞാൻ സ്നേഹത്തോടെ നിനക്ക് വേണ്ടി വാങ്ങിച്ചോണ്ടെന്ന്, പിന്നെ ഈ ചുമന്ന കളർ ഫ്ലവർ എതിനെ കുറിച്ചാണെന്നറിയോ, പുല്ല്, ഇതും മറന്നുപോയല്ല ഏതിന് അവനും പറയുമ്പം അവളും ചിരിച്ചിട്ട് ഇതിനകത്തില്ലല്ലോ ഇനി മാറി വാങ്ങിച്ചാണ് നീ ഫ്ലവർ ഏതിന് അവൾ അവനെ കളിയായിക്കൊണ്ടിരിക്കും. അതേസമയം ഡോക്യുവിന്റെ അമ്മയും നല്ല കുറ്റബോധത്തിരിക്കും, അവര് കാരണം തന്റെ മോൻ മരിച്ചെന്ന് പറഞ്ഞ് അതോടെ ഭർത്താവ് ചെയ്ത എല്ലാ തെറ്റും പുറത്തേക്ക് തെളിയിക്കാൻ വേണ്ടി അയാളുടെ സീക്രട്ട് ലോക്കറിൽ ഇരുന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയൽസ് എല്ലാം എടുത്തു വെച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതിനകത്ത് ജിയോങ്ങിന്റെ ഡീമന്റെ ബുക്കും കാണുന്നത്. ഇതോടെ അതെന്തോ ബുക്ക് എന്ന് പറഞ്ഞ് ഡോക്യുവിന്റെ അമ്മ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അച്ഛനും വന്നിട്ട് കൊള്ളാം എന്തോ നോക്കുന്ന കഥ വായിക്കുവാണോ എന്നിന് അയാളും വന്നോടെ അമ്മയും പേടിച്ചിരിക്കും, നിനക്കെങ്ങനെ അറിയാം എന്റെ ലോക്കറിന്റെ പാസ്വേഡ്, അപ്പൊ നീ ഇത്രയും ദിവസം ഒന്നും അറിയാത്ത പോലെ ചുമ്മാ പറ്റിച്ചോണ്ടിരുന്നല്ലേ, നിനക്ക് ഇതല്ലാതെ ഇനി എന്തൊക്കെ അറിയാം എന്നെ കുറിച്ച് എന്നിന് അച്ഛനും അമ്മയെ പേടിപ്പിച്ചോണ്ടിരിക്കും. അതിനെ ഇന്ന് രാത്രി ഡോക്യുവിന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ വീട്ടിൽ എല്ലാവരും ഡിന്നറിന് വിളിച്ചേക്കും. അപ്പോഴാണ് ജിയോങ്ങും ഡോഹി നമുക്ക് അവിടെ പോണോ, എനിക്ക് വിശപ്പില്ല, നമുക്ക് വേണേ പോകാതിരിക്കാം എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും എന്തായാലും ജിയോങ് അയാൾ എനിക്ക് എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഇന്ന് പോയില്ലെങ്കിൽ വേറെ ദിവസം ഡിന്നറിന് വിളിക്കും, എന്തായാലും നീ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ അയാളെ കണ്ട് പേടിക്കുന്നത് ഏതിന് ഇവ രണ്ടും കൂടെ ഡിന്നറിന് പോകും. അപ്പോഴാണ് ഡോക്യുവിന്റെ അമ്മയും ഫുഡ് സെർവ് ചെയ്യുമ്പോൾ അവരുടെ കൈയൊക്കെ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നത് ജിയോങ് കാണുന്നത്. അതിനുശേഷം ഡോക്യുവിന്റെ അച്ഛനും ബിസിനസിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. എന്റെ അമ്മയുടെ കഷ്ടം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായ, ആ ചെയറിന് പവർ ഉള്ളതുപോലെ നല്ല കഷ്ടപ്പാടുണ്ട്, അതുകൊണ്ട് നിങ്ങളൊക്കെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ, നിങ്ങളുടെ കമ്പനിയുടെ ഷെയർസ് എല്ലാം കൂടെ എനിക്ക് തരാവോ ഏതിന് അയാൾ
അയാളും ചോദിച്ചാടെ ഇത് കേട്ട് അവെല്ലാം കൂടെ ഷോക്കാവും. അപ്പരാണ് സിയോക്കും ഡയറക്റ്റ് ആയിട്ട് പറ്റത്തില്ലെന്നങ്ങ് പറയും. അതോടെ ഡോഹി ഒന്നും പറയാതെ എഴുന്നിട്ട് പോകുമ്പോഴാണ് ഇത് കണ്ട അയാളും ഡോഹി ഞാൻ ചോദിച്ചത് നീ ഉത്തരം പറഞ്ഞില്ല. എന്റെ ഉത്തരം ഇതാ, എനിക്കിത് സമ്മതമില്ല. നിങ്ങൾക്ക് ഇപ്പോഴും ബിസിനസിനെ കുറിച്ചേ ഉള്ള വിഷമം അല്ലേ? നിങ്ങളുടെ മോൻ ചെയ്ത തെറ്റൊക്കെ നിങ്ങൾ മറന്നുപോയോ? ഏതിന് അവൾ ചോദിക്കുമ്പോഴാണ് ഇയാളും ദേഷ്യത്തി അതെന്തൊരു വർത്തമാനോ ഡോഹി, ഞാൻ എന്റെ അമ്മയും മകനെയും നഷ്ടപ്പെട്ടിട്ടിരിക്കുക. എന്റെ അവസ്ഥ നിനക്ക് മനസ്സിലാവത്തില്ല. ഏതിന് അച്ഛൻ പറയുമ്പോഴാണ് അവളും ദേഷ്യത്തി കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഞാൻ വിചാരിച്ച് ഇന്ന് ഫാമിലി മീറ്റിങ്ങിന് വല്ലതും വിളിച്ചായിരിക്കുന്നു. പക്ഷെ എപ്പോഴും ബിസിനസ്സേ ഉള്ളൂ നിങ്ങൾക്ക്. ഏതിന് അവളും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് സിയോക്കും അവിടെ നിന്ന് പോകും. അപ്പരാണ് അവസാനം ഇനി ഇവിടെ ഇരുന്ന നമ്മുടെ കമ്പനി പാളിപ്പോന്ന് പറഞ്ഞ് മാഡം ജോയുടെ മകളും പോകാൻ നോക്കുമ്പോഴാണ് അയാളും ദേഷ്യത്തി ഞാൻ നിങ്ങൾക്കെന്ന ചാൻസ് കഴിഞ്ഞ് ഇനി ഞാനിങ്ങനെ സമാധാനത്തിരിക്കത്തില്ല. ഞാൻ വിചാരിച്ചത് നടന്നിരിക്കും. ഏതിന് അടുത്ത ദിവസം തന്നെ സിയോക്കിനെ ആദ്യം ടാർഗറ്റ് ചെയ്യും. അപ്പനാണ് അവനും ദേഷ്യത്തി അയാളെ കാണാൻ വന്നിട്ട് നിങ്ങൾ എന്ത് പണിയാ കാണിച്ച? എന്റെ കമ്പനിയായിട്ടുള്ള കോൺട്രാക്ട് എന്തിനാ ക്യാൻസൽ ചെയ്ത? എന്നോട് മുമ്പ് ഇൻഫോം ചെയ്യണ്ട. ഏതിന് അവനും ദേഷ്യപ്പെടുമ്പോഴാണ് ഇത് കേട്ട് ഡൊക്യുങ്ങിന്റെ അച്ഛനും ഒന്നും പറയാതെ ഡയറക്റ്റ് ഫോൺ എടുത്ത് സംസാരിക്കും. ഹലോ, അത് പിന്നെ സിയോക്കിനെ ആ ബോസിന്റെ പൊസിഷനിൽ നിന്ന് മാറ്റിയേക്ക്, നമുക്ക് വേറൊരാളെ ഒപ്പിക്കാം. ഏതിന്റെ ഡൊക്യുങ്ങിന്റെ അച്ഛനും പറഞ്ഞോടെ ഇത് കേട്ട് അവനും കട്ടക്കലിപ്പിരിക്കും. അതിനെ ശവന് ഈ കാര്യം ഡോഹി വിളിച്ചു പറയും. അപ്പോഴാണ് അവളും ദേഷ്യത്തി അയാളെ കാണാൻ വേണ്ടി അവിടേക്ക് പോകുന്നത്. ഇതാണ് നിങ്ങളുടെ മാസ്റ്റർ പ്ലാൻ. മാഡം ജോ ഈ സീറ്റ് ഇരുന്നുകൊണ്ട് എല്ലാ കമ്പനി ഒരേപോലെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ സിയോക്കിനെ ആ പൊസിഷനിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. എന്റെ ഡൗട്ട് എന്താന്ന് വെച്ചാൽ മാഡം ജോ ഉണ്ടാക്കിയതെല്ലാം നീ നശിപ്പിക്കാനാ വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. ഏതിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അയാളും ദേഷ്യത്തി ഡോഹി ഇനി എത്ര കാലം നീ അവരുടെ പ്ലാൻ അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും? അവരുടെ റൂളൊക്കെ എപ്പോഴും എന്റെ ആയി. ഇനി തൊട്ട് ഞാൻ പറയുന്നേ നടക്കത്തുള്ളൂ. ഞാൻ ആദ്യം തൊട്ട് പുതുക്കിയെടുക്കാൻ പോവാ. ഏതിനെ ഡൊക്യുങ്ങിന്റെ അച്ഛനും പറഞ്ഞോടെ ഇവൾക്കെല്ലാം മനസ്സിലാകാൻ തുടങ്ങും മാഡം ജോ ഇല്ലാതാക്കുന്ന ഇവന്റെ പ്ലാൻ എന്ന്. ഡോഹി നീ മാത്രമില്ലായിരുന്നെങ്കിൽ അവരെല്ലാം ഇപ്പൊ ജീവനോടിരുന്നേനെ. നീ എന്തിനാ ഇപ്പൊ ഇവിടം വരെ നിൽക്കുന്നത്? മാഡം ജോയെ കൊന്നവരെ പ്രതികാരം വീട്ടാൻ വേണ്ടിയാണോ? ഞാൻ വിചാരിക്കുന്നത് അവർ നിനക്കൊരു ദൈവത്തിനെ പോലെയാന്ന് തോന്നുന്നില്ല. എങ്കിൽ പിന്നെ ഒരു സത്യം പറയട്ടെ, ഞാനിപ്പോ ഇങ്ങനെ ആകുള്ള കാരണം തന്നെ നിന്റെ വിലപ്പെട്ട മാഡം ജോയ. എന്തായാലും ഞാൻ എന്റെ അമ്മയെ കൊന്നതിന് നീ എനിക്ക് താങ്ക്സ് പറയണ്ട. ഏതിന് ഇയാളും പറയുമ്പോഴാണ് അവൾക്കൊന്നും മനസ്സിലാവാതെ എന്തുവാ നീ പറയുന്നത്? നിനക്കറിയത്തില്ലല്ലോ നിന്റെ പാരന്റ്സ് മരിച്ചത് കാർ ആക്സിഡന്റ് അല്ല, അവരെ കൊന്നത് എന്റെ അമ്മയാ, അതായത് നിന്റെ മാഡം ജോ. നീ ഇത്രയും കാലം വിശ്വസിച്ചോണ്ടിരുന്ന നിന്റെ മാഡം ജോയ നിന്റെ പാരന്റ്സിനെ കൊന്ന്. ഏതിന്റെ ഡൊക്യുമെന്റ് അച്ഛനും പറയുന്ന അതേ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണിക്കുവാണ്. അങ്ങനെ അവരും പുറത്തോട്ടങ്ങ് പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് സെക്യൂരിറ്റീസോടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പോഴാണ് അവിടേക്ക് ജിയോങ്ങും അവന്റെ പവർ യൂസ് ചെയ്ത് അവിടേക്ക് വരുന്നത്. അയ്യോ, ഞാൻ നിങ്ങളോട് കാണുന്ന പ്രതീക്ഷയില്ല, ഞാൻ ഇവിടുത്തെ വാഷ്റൂം യൂസ് ചെയ്തിട്ടെന്ന്. ഏതിന് ഇവൻ അവിടേക്ക് വരുമ്പോഴാണ് അവരും പേടിച്ചിട്ട് നീ എന്നെ ഫോളോ ചെയ്യുമായിരുന്നോ? എന്തിനാ? ഏതിന് അവരൊഴിക്കും. അപ്പോഴാണ് അവനും ഞാൻ ഫോളോ ചെയ്തൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ വാഷ്റൂമിൽ പോയതാ. ഇന്നലെ നിങ്ങളുടെ കയ്യിൽ മുറിവൊക്കെ ഞാൻ കണ്ടായിരുന്നല്ലോ, അതാരാ? നിങ്ങളുടെ ഭർത്താവ് ചെയ്തതാണോ? ഏതിന് അവൻ ചോദിക്കുമ്പോഴാണ് അവരും അല്ല, ഇത് ഞാൻ പാചകം ചെയ്യുമ്പം അറിയാതെ പൊള്ളിയതാ. ഏതിന് അവര് കള്ളം പറയും. അപ്പോഴാണ് അവനും ആയിക്കോട്ടെ, ഞാൻ നിങ്ങളെ കെയർ ചെയ്തതല്ല, ജസ്റ്റ് വാൺ ചെയ്യാൻ വന്നേ. നിങ്ങളുടെ നരകം ഇപ്പൊ സ്റ്റാർട്ടായെന്ന് എനിക്ക് ഒന്ന്. ഒരേശ് എന്റെ ഡീമൺ ബുക്കല്ലേ നിങ്ങളുടെ വീട്ടിൽ കാണുവാണ്, തിരിച്ചുണ്ടൻ തന്നേക്കണേ, അല്ലെങ്കിൽ നരകത്തിലേക്ക് ഞാൻ തന്നെ ടിക്കറ്റ് വാങ്ങിച്ചു തരും. ഏതിന് അവനും പേടിപ്പിച്ചിട്ട് പോയതോടെ അവര് മൊത്തത്തിൽ വരച്ചിരിക്കും. അതേസമയം ഡൊക്യുങ്ങിന്റെ അച്ഛൻ പറഞ്ഞ കാര്യമെല്ലാം കേട്ടിട്ട് അവൾക്ക് ദേഷ്യം വന്നിട്ട് നീ എന്തൊക്കെയായി പറയുന്നത്? എന്റെ പാരന്റ്സിനെ മാഡം ജോയെ കൊന്നെന്ന് പറഞ്ഞാൽ ഞാനെന്ത് വിശ്വസിക്കുന്നു വിചാരിച്ചോ? ഡോഹി ഡോഹി, നീ എന്നെ വിശ്വസിക്കത്തില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാ ഞാൻ നിനക്ക് ഈ എവിഡൻസ് കാണിക്കാൻ പോകുന്നത്. നിന്റെ പാരന്റ്സ് മരിച്ച ദിവസമല്ലേ ഞാനെന്ന് അവിടെ ഉണ്ടായിരുന്നു. ഏതിന് അയാളും അവളുടെ പാരന്റ്സും മാഡം ജോയും കൂടെ സംസാരിച്ച ഒരു വോയിസ് റെക്കോർഡ് പ്ലേ ചെയ്യും. ഞാൻ ഈ ബിസിനസ് നടത്താൻ സമ്മതിക്കത്തില്ല, ഞാൻ എല്ലാ സത്യവും പുറത്തോട്ട് പറയും. ഏതിനെ ഡോഹിയുടെ അച്ഛനും പറയുമ്പോഴാണ് ഇത് കേട്ട് മാഡം ജോയും ദേഷ്യത്തി നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും. നിനക്ക് എന്തുവാ പൈസ വല്ലതും വേണോ? ഞാൻ ചെയ്യുന്ന ബിസിനസ് ഇഷ്ടപ്പെടാതെ നീ കമ്പനിയിൽ നിന്ന് പുറത്തായില്ലേ, പിന്നെ ഞാനിപ്പോ എന്താ നിനക്കെന്തോ പ്രശ്നം? ഏതിന് അവരായിട്ട് വഴക്കുണ്ടാക്കുന്നതൊക്കെ അവരുടെ ഡൊക്യുങ്ങിന്റെ അച്ഛനും കേട്ടോണ്ട് അതെല്ലാം റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ മാഡം ജോ ചെയ്യുന്ന എന്തോ ഒരു ബിസിനസ്സിന് ഡോഹിയുടെ പാരന്റ്സിനെതിരെ. അങ്ങനെ ഈ റെക്കോർഡിംഗ് ഒക്കെ ഡൊക്യുങ്ങിന്റെ അച്ഛൻ അവളെ കേൾപ്പിച്ചിട്ട് പറയും ഇതിനുശേഷം നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി നിന്റെ പാരന്റ്സ് പോകുന്ന വഴിക്ക് എന്റെ അമ്മ പുറകെ ചെന്ന് കാർ ആക്സിഡന്റ് ചെയ്യിപ്പിച്ച അന്ന് നിന്റെ പാരന്റ്സ് മരിച്ചോണ്ട നമ്മളൊരു പുതിയ ബ്രാഞ്ച് അന്ന് സ്റ്റാർട്ട് ചെയ്ത്. കാരണം അവർ ജീവനോടുണ്ടായിരുന്നെങ്കിൽ അത് എതിർത്തേനെ. ഡോഹി, എന്റെ അമ്മ നിന്നോട് കാണിച്ച സ്നേഹമൊക്കെ ഇല്ലേ, അതൊക്കെ എന്തുകൊണ്ടാ? നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണോ? അല്ല, അവർ നിന്റെ പാരന്റ്സിനെ കൊന്ന തെറ്റ് അവർക്ക് ഏതെങ്കിലും വഴിയിൽ അവരെ സമാനപ്പെടുത്തണം. അതിനു വേണ്ടിയാ നിന്നോട് അഫെക്ഷൻ ഉള്ള പോലെ അവർ ഇത്രയും വർഷം ആക്ട് ചെയ്തോണ്ടിരുന്നത്. എന്നാലേ അവർക്ക് സ്വർഗത്തിൽ സ്ഥാനം കിട്ടത്തുള്ളൂ. ഏതിന് ഇയാളും പറഞ്ഞോടെ അവളൊന്നും വിശ്വസിക്കാതെ ഇതൊക്കെ കള്ളം പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അവനെ അവളുടെ കഴുത്തി പിടിച്ചിട്ട് ഇതൊക്കെ ഞാനിപ്പോ പറയാൻ കാരണം ഇതാ നിന്റെ അവസാനത്തെ നിമിഷം. ഇനി നിനക്ക് വിശ്വാസമില്ല, നീ തന്നെ എന്റെ അമ്മയോട് ചെന്ന് ചോദിച്ചോ, അവർ സ്വർഗത്തിലോ നരകത്തിലോ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ഏതിന് അവനും ഡോഹിയെ കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഡൊക്കിന്റെ അമ്മയും പുറത്തേക്ക് വന്നിട്ട് ഞാൻ സത്യമെല്ലാം പറയാം, ഇതിന്റെ എല്ലാം പുറയുള്ളത് എന്റെ ഭർത്താവാ, ഇന്നിപ്പോ ഡോഹിയും കൊല്ലാൻ പോവാ, യഥാർത്ഥത്തിൽ അവനാ ഡെവില്. ഏതിനെ ഡൊക്കിന്റെ അമ്മയും എല്ലാ സത്യം ജിയോങ്ങിനോട് തുറന്നു പറയും. അതേസമയം ഡോഹിക്ക് അവിടെ ബോധമില്ലാതായി പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് ഇതിനേശം എന്തൊക്കെ സമയം നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. Frente, 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 não
control. Might keep on taking toll. Find me